നമസ്കാരം, പെല്ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലൻ ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്. ഇവിടെ വലപ്പാട് സ്വദേശം, വലപ്പാട് ബീച്ച് റോഡാണ്, അവിടെയാണ് നമ്മളിപ്പോൾ വീട്. ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വർക്കിനിടയിൽ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഗപ്പി ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തതിനൊരു പേരിട്ടു, മാഡ് ബബിൾസ്. അതായത് നമ്മളെന്താ പറയുക, പ്രാന്തൻ കുമിളകൾ. അതൊക്കെ ഒരു പ്രാന്താണല്ലോ, അതുകൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മളിതൊരു 2 വർഷം മുമ്പ് 2-3 വർഷം മുമ്പ് നമ്മളിതുപോലെ ഈ ഗപ്പി ഫീൽഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഈ പറഞ്ഞ പോലെ എല്ലാ സാധാരണക്കാരെ പോലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് ഒരു 3 ഫുൾ റെഡ്, അതുപോലെ യെല്ലോ ടെക്സിഡോ, പിന്നെ ഫുൾ ബ്ലാക്ക്, ഈ 3 ഐറ്റം എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ കോണി റൂമിൽ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സംഭവം കിടന്ന് ഇങ്ങനെ ആയിക്കോളും എന്നുള്ള രീതിയിലിരുന്ന് ശ്രദ്ധിക്കേണ്ടതൊക്കെ എത്തുപോയി. ഇപ്പോൾ ആ 3 ടബ് എടുത്തിട്ട് എൻ്റെ അമ്മ അലക്ക ഉപയോഗിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നിജീഷ് എന്ന് പറഞ്ഞിട്ട് വാടനപ്പുള്ളുള്ളതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇതുപോലെ പോയി അവൻ്റെ ഫാം ജസ്റ്റ് കണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പെയർ നമ്മൾ ബ്രസീലിയൻ റെഡ് എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരികയും അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും കയറി തുടങ്ങി. അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങൾ ഇവിടെ നമ്മളൊരു സുഹൃത്തുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്. അവനിതുപോലെ തന്നെ അവനൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും ഈ മീൻ എന്നുള്ളൊരു അവസ്ഥ ഉള്ളിലേക്ക് കയറ്റുന്നത്. ആൾ ബയോഫ്ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണത് അവിടെ. അങ്ങനെ കുറച്ച് ഏഞ്ചലിനെ 2 ഏഞ്ചലിനെ എടുത്തു, പിന്നെ കുറച്ച് വലിയ മോളികളെടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഫസ്റ്റ് നമ്മൾ ഫ്ലോപ്പായി എന്ന് പറയുന്ന ടൈമിൽ തന്നെ നമ്മുടെ കയ്യിൽ ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഫൈറ്റേഴ്സിൻ്റെ ബ്രീഡിങ് നോക്കി, പക്ഷേ അതും ഫ്ലോപ്പായി, രക്ഷയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഫൈറ്റേഴ്സിനെ നമുക്ക് RTMയെ വിരിയിപ്പിച്ച് കൊടുക്കാനുള്ളൊരു സിസ്റ്റത്തേക്ക് മാറിയത്. അത് ചെയ്തു, അത് സക്സസ് ആയിക്കൊണ്ടിരിക്കെ ഇതുപോലെ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്യണ ഇതിലേക്കായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓസ്കാറിൻ്റെ വീഡിയോ കണ്ടു, കുറച്ച് ഓസ്കാറിന് ഇതുപോലെ വാങ്ങി. അപ്പോൾ നമ്മളെ ബോബേട്ടൻ, ഇവിടുത്തെ ചേട്ടൻ്റെ പേരാണ് കേട്ടോ, ആൾ ഗൾഫിലാണ്. അപ്പോൾ ഈ മഴ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവിടെ നമുക്കത് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിൽ വെക്കാൻ സ്പേസ് ഇല്ല, ഇതുപോലെ നമ്മൾ ഡ്രസ്സ് അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ബോബേട്ടനോട് സംസാരിച്ചു, നമുക്കിവിടെ ഇങ്ങനെ ചെറുതായി നോക്കാം. അപ്പോൾ കുട്ടികൾക്ക് അവർക്കും വേറെ പരിപാടികളൊന്നും ഇല്ല, ലോക്ക്ഡൗൺ ആണല്ലോ. അങ്ങനെ നമുക്ക് ഒരുമിച്ചാണ് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് സംഭവം. ഇപ്പോൾ നമുക്ക് നിലവിലൊരു 8 വെറൈറ്റീസ് ഉണ്ട്. 8 വെറൈറ്റി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഗപ്പീസ്, ഫൈറ്റേഴ്സ് ഉണ്ട്. ഫൈറ്റേഴ്സ് ഇതുപോലെ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഏഞ്ചൽ നമ്മൾ ബ്രീഡിങ് ശരിക്കും അതുകൊണ്ട് സ്റ്റാർട്ടായിട്ടില്ല. ഏഞ്ചലുണ്ട്, പിന്നെ ഓസ്കാർ ഫയർ റെഡ് നമ്മളിതുപോലെ കുട്ടികളെ എടുത്തതാണ്. ഒരു 50 പീസ് എടുത്തിട്ട് അവർ ഇപ്പോൾ ഒരു 4 ഇഞ്ച് സൈസായി. ഇപ്പോൾ ഒരു 50 പീസ് ടൈഗർ ഓസ്കാറിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ചെറിയൊരു ബ്രീഡിങ്. അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ജൂൺ മാസം തൊട്ടാണ് ഇതൊരു സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റിങ് വരാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കാം. നമുക്കപ്പോൾ കാണാം. ഇതാണ് നമ്മുടെ തുടങ്ങിയ ഐറ്റം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു വട്ടം ഫ്ലോപ്പായിട്ട് നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത ഐറ്റമാണ് ഇത്. നമ്മൾ ബ്രസീലിയൻ റെഡ് എന്നാണ് പറയുക, പിന്നെ എന്താ പറയുക, ടെക്സിഡോ എന്നൊക്കെ പറയും തോന്നുന്നു. പക്ഷേ സംഭവം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയ ഫംഗൽ വന്നിട്ട് ഇതിൻ്റെ കൂടെയുള്ള എല്ലാവരും നൈസായി തട്ടിപ്പോയി. അപ്പോൾ ഇതും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഒരു ഫീമെയിൽ അന്വേഷിക്കുന്നുണ്ട്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ്. ഇപ്പോൾ ന്യൂ ലൈനേജ് അല്ല, ഓൾഡ് ലൈനേജാണ്. ഇതിലിപ്പോൾ എന്താ പറയുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ട് സംഭവം ഡെവലപ്പ് ആയിട്ടുള്ളത് ഈ പ്ലാറ്റിനം റെഡും നമ്മുടെ ഫുൾ റെഡും കൂടിയിട്ടാണ്. അത് നമുക്ക് നമ്മുടെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റിനം റെഡ് നമുക്കിപ്പോൾ ഇറക്കി വരുന്നതിന് നമ്മൾ മാറിയിട്ടിട്ടുണ്ട്. സെയിൽ അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലാറ്റിനം റെഡ്. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ കൊടുക്കാനുണ്ടോ? ഇത് നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ടാവും. ഇത് അത്യാവശ്യം ഒരു ബ്രീഡിങ്ങിൽ തന്നെ അത്യാവശ്യം കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫീമെയിൽ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം സൈസുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണത്തിലും കൂടുതലാണ്. ഇതിപ്പോൾ നമ്മളിവിടെ കൊറിയറൊക്കെ ചെയ്യണ്ട?
കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ചെയ്യണമെങ്കിൽ ചെയ്യാം, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇവിടെ വാടനപ്പുള്ളുണ്ട്, പക്ഷെ നമുക്ക് ഡെയിലി കിട്ടുന്നത് തൃശ്ശൂർ പോയാൽ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് അനുസരിച്ചിട്ട് തൃശ്ശൂർക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന റീറ്റെയിൽ മാത്രമാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജൂൺ അവസാനം കൊണ്ട് സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ ഹോൾസെയിൽ കൊടുക്കാനുള്ള ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടില്ല. ഇപ്പോൾ ഈ പ്ലാറ്റിനം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കൂടുതലുള്ളത്. അത് പിന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. നമ്മളിത് എന്താ പറയുക, മീനുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് റേറ്റ് ഒന്നും അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നന്നായി നോക്കണം, അത് മാത്രം തന്നെയുള്ളൂ. ഇത് നമ്മളുടെ അടുത്ത വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഗപ്പി ചെയ്യുന്ന ആളുകൾക്ക് ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ് കാണാൻ. ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് സെൻസിറ്റീവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫീമെയിലങ്ങ് കണ്ടാൽ അറിയാം, ഫീമെയിൽ ചെറിയ ബൾജ് വന്നിട്ടുണ്ട്. അത് മറ്റേ ജെനറ്റിക് പ്രശ്നങ്ങളൊന്നുമല്ല, അത് ബ്രീഡായി ഏതാ. ഇപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ വേറെ മെയിലാണ്. ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മെയിൽ ഇതുപോലെ എന്തോ വന്ന് അതും ചത്തുപോയി. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ബ്രീഡിങ്ങിൽ 120 കുട്ടികൾ വെച്ചിട്ട് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഫീമെയിൽസ് ആയിപ്പോയി അല്ലാതെ. ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അത് കറക്റ്റ് 20 ദിവസം എന്നുള്ള ഇടവേളയിൽ ബ്രീഡാവുന്നുണ്ട്. ഇതിനിപ്പോൾ കൊടുക്കാനായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയത് മുഴുവൻ ഫീമെയിൽസായി. ഇപ്പം ഇനി ഇറങ്ങി വന്നതൊക്കെ ഒന്ന് മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് ആയിട്ടില്ല. അവരൊന്ന് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽസ് ഇപ്പോൾ നമ്മളൊരു ഇഷ്ടത്തിനുണ്ട്, പക്ഷേ മെയിൽസ് ആയിട്ടില്ല. അത് കാരണം നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ്റെ ഒരു കണക്കനുസരിച്ച് നമുക്കൊരു 3 മാസം കഴിഞ്ഞാലാണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് സെയിൽ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളായിട്ടുള്ളതിനെ നമുക്ക് ചെറുതായി സെയിൽ ചെയ്ത് നോക്കാൻ തന്നെയുള്ളൂ. ഇതിന് ഫീമെയിൽസ് മാത്രം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ, അതെ, ഫീമെയിൽസ് ആവശ്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫീമെയിൽസ് നല്ല ക്വാളിറ്റി ഫീമെയിൽസാണ്. ഇപ്പോൾ ഇതിന് തന്നെ നമുക്ക് കണ്ടറിയാം. നമുക്കൊരു 120 കുട്ടികൾ വെച്ചിട്ട് ഓരോ ബ്രീഡിങ്ങിലും കിട്ടുന്നുണ്ട്. ഇത് നമ്മളടുത്ത നമ്മുടെ ഐറ്റം സിൽവർ ആഡോ റിബൺ ഐറ്റാണ്, റിബൺ ലീനേജാണ്. ഇതിൽ റിബൺ ഉള്ളതും റിബൺ ഇല്ലാത്തതൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സംഭവം ഇങ്ങനെ നമ്മുടെ സൈഡ് വ്യൂ അല്ല, നമ്മളൊരു ടബിലൊക്കെ ഇട്ടിട്ട് ടോപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ മെയിൽസിൻ്റെ ഹെഡ് ആ ഐറ്റം നല്ല ഗ്ലേസിങ് ചെയ്ത് നിൽക്കും. അത്യാവശ്യം കുറച്ചെന്നുണ്ടെങ്കിൽ ആ ടബ് മൊത്തം നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മളതിൽ കൊടുക്കാനായിട്ടില്ല. കുട്ടികളുണ്ട്, അവർ ഞാൻ പറഞ്ഞില്ല ഒരു 2 മാസം കഴിഞ്ഞാലാണ് ഇവരൊക്കെ നമുക്ക് സെയിലിനിടാൻ പറ്റുള്ളൂ. കുട്ടികൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടി എടുത്ത് ചെയ്യാണ്ടേ, ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചെയ്യണതാണല്ലോ. അപ്പോൾ ഓരോ ഐറ്റം നമ്മൾ ഡെവലപ്പായി എന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്ത ഐറ്റം എടുക്കാറ്, അങ്ങനെയാണ് ചെയ്ത് വരുന്നത്. ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾ ഇറങ്ങിയിടുന്ന ടൈപ്പാണോ? അതെ, ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫീമെയിൽസും കണ്ടറിയാം വലുതാണ്. ഫീമെയിൽസിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് കുട്ടികൾ ഇറങ്ങുന്നത് വരുന്നത്. ഫീമെയിൽസ് കുറച്ച് സൈസ് കൂടുതലുണ്ടെങ്കിൽ എണ്ണം കൂടുതൽ കിട്ടില്ല, കുട്ടികളുടെ എണ്ണം കൂടുതൽ കിട്ടും. പിന്നെ ഇവർക്ക് അത്യാവശ്യം നമ്മൾ ഫുഡ് കൊടുക്കാൻ, ലൈവ് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്താ പറയുക, കുട്ടികളെ തിന്നുന്ന ഒരു പ്രവണത കുറയും. നമ്മളെപ്പോഴും അവർക്ക് ഫുഡ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓവറല്ല. ഇത് നമ്മളെ അടുത്ത ഐറ്റം ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയാം. ഇപ്പോൾ ഇതിനെ നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് എടുത്തിട്ട് കിട്ടിയത്. നമ്മളിതുപോലെ തന്നെ ഈ കുട്ടികളെടുത്തതാണ്, ഇതുപോലെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് ആളിൽ കുട്ടികൾ ഒരുപാടായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളെടുത്തിട്ട് നമ്മൾ ആർട്ടീമിയ 2 നേരം ഫീഡ് ചെയ്തിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുട്ടികൾ നമുക്കിപ്പോൾ കുട്ടികളായിട്ടുള്ളൂ, ജൂനിയറിലേക്ക് കയറിയിട്ടില്ല. ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾ ഇറങ്ങിയിടുന്ന ടൈപ്പാണോ? അത് സ്റ്റാർട്ടാകുന്നുള്ളൂ, കാരണം കണ്ടില്ലേ ഫീമെയിൽസ് ചെറുതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടി വരുന്നത്. ഇതിനൊക്കെ ഇനി കൊടുക്കാറാകുമ്പോൾ 2 മാസം പിടിക്കില്ല? 2 മാസം കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിലേക്ക് ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി
നല്ല രസമാണ്. ഈ മറ്റേതിനൊക്കെ ഒരു തിളക്കം കിട്ടും നമുക്ക്. അല്ലാതെ കറക്റ്റ് നമുക്ക് പ്രകാശം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പോലെ നമുക്ക് തോന്നും. പക്ഷെ ലൈറ്റ് കറക്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. ഇത് നമ്മളെ അടുത്ത ഐറ്റമാണ് ഫുൾ ഗോൾഡ്. അപ്പോൾ അത് സംഭവം നമ്മളിപ്പോൾ ബ്രീഡായിട്ടില്ല. നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുള്ള ഒരു 3 വെറൈറ്റീസ് ആയിരുന്നു. ഫുൾ ഗോൾഡ്, പിന്നെ സാൻഡ, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് എക്സിഡോ. ഇത് 3 നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഈ ഫാമിലിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഇത് 3 നമുക്ക് ബ്രീഡായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടറിയാം. ഇപ്പോൾ ഇയറൊക്കെ കണ്ടോ, മെയിലിൻ്റെ ഇയറൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഈ അടുത്ത് തന്നെ ബ്രീഡാവുമെന്ന് വിചാരിക്കാം. നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രിൻസുവിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കയറി വരും എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ നോർമലി ആർട്ടിമി തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാൻഡ. നമ്മൾ എന്താ പറയുക, ബ്രീഡിങ് സൈസിലുള്ളതിനെല്ലാം നമ്മളെടുത്ത് നമ്മൾ ജുവനൈലായിട്ടുള്ളതാണ്. പക്ഷേ അതിലൊരു ഫീമെയിൽ വലുത് നമുക്ക് നമ്മളൊന്ന് വലുത് നോക്കി എടുത്തു എന്നുള്ളൂ. അപ്പോൾ അതേതാണ്ട് ആവാനായിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ സെയിലിനില്ല. സാൻഡാന്ന് വെച്ചാൽ ഇതല്ല കേട്ടോ, അതിൻ്റെ ഭംഗി നല്ല രസമാണ്. അപ്പോൾ മേത്തൊക്കെ ശരിക്കും വൈറ്റ് കളറൊക്കെ കയറി വരും. അപ്പോൾ ഇതിപ്പോൾ ബ്രീഡാവാനായിട്ടുള്ളൂ. നമ്മുടെ ജുവനൈൽ സൈസാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റിനം റെഡ് മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ സെയിലിനുള്ളൂ. ഇതൊക്കെ നമ്മൾ എന്തായാലും ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്യുക. ഇതടുത്ത ഐറ്റം വൈറ്റ് എക്സിഡോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫാമിലിക്ക് ലാസ്റ്റ് എത്തിയ ഐറ്റം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഗപ്പി ബ്രീഡേഴ്സ് മെയിനായിട്ട് സ്റ്റാർട്ട് ആക്കി തോന്നുന്നു ഇതൊക്കെ വെച്ചിട്ടാണ്. വൈറ്റ് എക്സിഡോ എല്ലായിടത്തും കോമൺ ആണ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഫാമിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അവനിതുപോലെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനും നമ്മൾ ഫുഡ് കൊടുക്കണത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ വൈറ്റിലേക്ക് റെഡ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനപ്പോൾ ഫുഡ് ഏതൊക്കെ കൊടുക്കണപ്പോൾ? ഫുഡ് നമ്മുടെ ലൈഫ് ഫീഡ് തന്നെയാണ്. മൊയിന, ആർട്ടിമിയ, പിന്നെ ആർട്ടിമിയയുടെ ഫ്ലേക്സ് ഇടയ്ക്ക് കൊടുക്കും. പക്ഷെ അത് ചിലപ്പോൾ എടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രോസനും ഉണ്ട്. നമ്മളത് മാറി മാറിയിട്ട് കൊടുക്കുക. ഫ്രോസൺ ആർട്ടിമിയ ചില ദിവസം കൊടുക്കും. പക്ഷേ ഇവർ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ മൊയിന ആർട്ടിമിയ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത്. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിൽ ആയിട്ടില്ല. സെയിലിന് ഒരു 2-3 മാസം പിടിക്കും. ഇത് നമ്മുടെ ചില്ലി മൊസൈക്ക് ഡംബോയർ അങ്ങനെ പറയാം. നമ്മളിവിടെ ഓമനപ്പേരിൽ ഇവിടെ പേരിട്ടിട്ടുള്ളത് ആ ടൈഗർ വുഡ് എന്ന് വെച്ചാൽ വാലുമലത്തെ ഒരു കളറൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ണിയോള് വിളിക്കുന്ന പേരാണ് ടൈഗർ വുഡ് എന്ന്. ഇത് നമ്മളെ ബ്രീഡായി വരുന്നുണ്ട്. കുട്ടികളായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 2 മാസം കഴിഞ്ഞ് നമുക്ക് സെയിൽ ചെയ്യാവുന്നുള്ളൂ. ഇതും അത്യാവശ്യം കുട്ടികളറിയാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്ക് അങ്ങനെ ഫുഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രോസൺ കൊടുത്താലും ആർട്ടിമി കൊടുത്താലും എന്ത് കഴിച്ചാലും ഇവർ നന്നായിട്ട് ഫീഡ് എടുക്കുന്ന ടൈപ്പാണ്. അത്യാവശ്യം ഇയറൊക്കെ ഉണ്ട്. ഫീമെയിലിന് ചെറുതായിട്ട് ഇയർ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഏഞ്ചൽസാണ്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രസീലിയൻ റെഡ് വന്ന ടൈമിൽ തന്നെ നമ്മളെ കൂടെ വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, ബ്രീഡറിൻ്റെ എന്നല്ല. അതുകൊണ്ട് തന്നെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ എളുപ്പമല്ലായിരുന്നു. ഇപ്പോൾ ഇത്ര നാളായി ഇതുവരെ ഒരു എഗ്ഗയെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 2 മെയിലാണെന്ന് തോന്നുന്നു. ഈ വലുത് മെയിലാണ്, ഈ ചെറുത് കണ്ടിട്ട് ഇപ്പോൾ മെയിലാണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഇനി ശരിക്കും നമ്മൾ ഈ ഒരു വീക്ക് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഏഞ്ചലിൻ്റെ മെയിൽ ഫീമെയിൽ കറക്റ്റ് ബ്രീഡിംഗ് പെയറിനെ നമ്മൾ എടുക്കാൻ പോവാണ്. ചാലക്കുടിയിൽ ഒരു ബ്രീഡറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അങ്ങനെ ഏഞ്ചലും സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. മാർബിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഓസ്കാർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 ഇഞ്ച് സൈസിൽ ഒരു 50 പീസ് നമ്മൾ കൊണ്ടുവന്നതാണ്. ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി എടുത്തതാണ്. അവൻ്റെ വീട്ടിൽ ചെയ്യുന്നു നമ്മളിവിടെ. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ജൂൺ 2 ആയിട്ട് 4-ാം തീയതി തോന്നുന്നു കൊണ്ടുവന്നത് ഇവിടെ. 1 ഇഞ്ച് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ ഈ സൈസിലേക്കായി മാറി. അപ്പോൾ കളർ കാര്യങ്ങളൊക്കെ കറക്റ്റ് കയറി വന്നു. ഫീഡാണ് കേട്ടോ, കറക്റ്റ് ഫുഡ് കൊടുത്താൽ മാത്രമേ കളർ വരുള്ളൂ. ഫുഡൊക്കെ എന്ത് കൊടുക്കണം? ഫുഡ് നമ്മൾ കൊണ്ടുവന്ന ടൈമിൽ 0.8 ഗ്രോവലിൻ്റെ പെല്ലറ്റ്സ് ആയിരുന്നു. അത് ഒരു 3 ഇഞ്ച് സൈസ് വരെ അതന്നെയാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ചെമ്മീനില്ലേ, ഈ തെള്ളി ചെമ്മീൻ എന്നാണ് പറയുക, ഈ പുഴയിലൊക്കെ കിട്ടണം നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ ഉണ്ടാക്കുന്ന സംഭവം. ആ സംഭവം നമ്മളത് പച്ചക്കന്നെ ഇട്ട് കൊടുക്കുക. മീൻസ് അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മളിത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഡെയിലി രാവിലെ അവർക്ക് ചെമ്മീൻ ഫീഡ് ചെയ്യും, വൈകിട്ട് പെല്ലറ്റ് കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ പെല്ലറ്റ് ഇപ്പോൾ എടുക്കൽ കുറവ് തന്നെയാണ്. ശരിക്കും അവർ ചെമ്മീൻ തന്നെയാണ് മെയിനായിട്ട് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര കളർ കയറി വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ ഇല്ലേ? നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും പിന്നാലെ ഓടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള ചാനലുകൾ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോ ഐറ്റം ശരിക്കും വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പറയല്ല, നമ്മളെല്ലാം ഇൻഫർമേഷൻ വരുന്നത് യൂട്യൂബിൽ നിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു നിഖിൽ കുട്ടിത്തറ എന്നൊരാളുണ്ട്. ആളാണ് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഓസ്കാർ ബ്രീഡിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ ആളെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാം. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ ചെയ്തിട്ടുള്ളത് എൻ്റെ ഐഡിയയാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്തിട്ട് അത് സക്സസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഇപ്പോൾ ഈ ലെവലിലെത്തിയപ്പോൾ നമുക്ക് പറയാം നമുക്കൊരു 60% നമ്മളിതിൽ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ബ്രീഡിംഗ് പെയർ സെറ്റ് ചെയ്ത് അതൊരു ബ്രീഡിങ് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മളൊരു ബ്രീഡർ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഇതൊരു 100% സക്സസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ സെയിൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 8 പീസ് നമ്മൾ കൊടുത്തു, ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു 6 മാസം കൊണ്ട് കഴിഞ്ഞോട് കൂടിയിട്ട് ഒരു വയസ്സാവും. ശരിക്കും ഒരു കൊല്ലം കഴിഞ്ഞ് 2 മാസം, ഒരു കൊല്ലം 3 മാസമൊക്കെ ആകുമ്പോഴാണ് ഇവർ പെയർ തിരിയുള്ളൂ. അത് കഴിഞ്ഞ് ബ്രീഡിംഗ് പെയർ സെറ്റായതിനു ശേഷം നമ്മളിത് സെയിൽ ചെയ്യുള്ളൂ. ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ടൈഗർ, അത് ഞാൻ ഇപ്പോൾ 1 ഇഞ്ച് നമ്മളൊരു 50 പീസ് എടുത്തിട്ടുണ്ട് ടൈഗർ. ഇപ്പോൾ ഇതിനെ ഫയർ റെഡ് എന്നാണ് പറയുക. അപ്പോൾ ബ്രീഡിംഗ് പെയറിനൊക്കെ നല്ല പൈസ ഉണ്ട് കേട്ടോ. 4000, 3500 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ ഓസ്കാറിൻ്റെ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ എടുത്തതാണ്, ഒരു 50 പീസ് എടുത്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന ഒരു പാറ്റേൺ കണ്ടില്ലേ, വൈറ്റ്, ആ പാറ്റേണിൽ റെഡ് കയറി വരും. പക്ഷേ സൈസ് ആവട്ടെ ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ആവണം ഇവർക്ക് കളർ കയറി വരണം നമ്മന്നെ. ഇപ്പോൾ 0.5 ഗ്രോവലിൻ്റെ ചെറിയ പൊടി പോലെ ഉണ്ട്, അത് കൊടുക്കാം. പിന്നെ പ്രിൻസ് മീനും കൊടുക്കാം. അതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഫീഡ്. ഈ മറ്റ് മീനെ അപേക്ഷിച്ചിട്ട് ഓസ്കാറിനെ കുറിച്ചിട്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് കേട്ടോ, ഭയങ്കര ഈ ഓണറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു 8 എണ്ണത്തിന് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് സ്ഥലം മാറി കഴിഞ്ഞാൽ ഒരു ഫീഡ് എടുക്കില്ല. ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ആ പുതിയ സ്ഥലം പരിചയപ്പെട്ടതിന് ശേഷം ഫീഡ് എടുത്ത് തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഓസ്കാർ എന്ന് പറഞ്ഞ ഐറ്റംസ്. ഇതിപ്പോൾ എടുക്കാനായിട്ട് ഇപ്പോൾ എത്ര റേറ്റ് ഇപ്പോൾ എടുത്തപ്പോൾ? ഇപ്പോൾ 50 പീസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 50 പീസ് എടുക്കുമ്പോൾ ഒരെണ്ണത്തിന് 25 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചാലക്കുടിയിൽ നിന്നാണ് എടുത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി ഏരിയയിലാണ് ഓസ്കാർ കൂടുതൽ ബ്രീഡേഴ്സ് ഉള്ളത്. അവിടുത്തെ വെള്ളത്തിന് എന്തൊക്കെയോ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ യൂട്യൂബിൽ ഇത് കണ്ടിരുന്നു. ഇതിപ്പോൾ ബ്രീഡ് വയ്ക്കാൻ വേണ്ടി എടുത്തോണോ അല്ലെങ്കിൽ അതെ വളർത്തി വലുതാക്കി സെയിൽ? നമ്മളെന്തായാലും 50 പീസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു കുറച്ച് നമ്മൾ സെയിൽ ചെയ്യും. ബ്രീഡിങ് നമ്മൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ ഇവരുടെ ഒരു ഓസ്കാറിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറേഷനും വാട്ടർ ക്വാളിറ്റിയിലും
ഒരു കോംപ്രമൈസും പറ്റില്ല. എയറേഷൻ പോവുകയെ അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി പോവുകയോ ചെയ്താൽ അപ്പോൾ അവർ ചത്തുപോകും. എയറേഷൻ പിന്നെ നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഏരിയ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് ഈ ടാങ്ക് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു നടക്കില്ല, എയറേഷൻ ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ കുറച്ചും കൂടി വിസ്തൃതിയിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കറണ്ട് പോയാൽ തന്നെ കുഴപ്പമില്ലാണ്ട് നമുക്ക് അടുത്ത കറണ്ട് വരുന്നവരെ. പക്ഷേ ബ്രീഡിങ് ഇതൊക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ അവിടെ പോയി കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന് നോക്കണം. ഇത് റെഡിയായി വരുമെന്ന് അറിയട്ടെ എന്തായാലും. ഇനി നമുക്ക് നമ്മുടെ ഫൈറ്റേഴ്സിനെ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞില്ലേ ഫൈറ്റേഴ്സ് സക്സസ് ആയ ഒരു സന്തോഷത്തിലാണ് നമ്മൾ വീണ്ടും ഈ എന്താ പറയുക മീനുകളുടെ ഈ പരിപാടിയിലേക്ക് തിരിയാൻ കാരണം. അപ്പോൾ ആദ്യത്തെ സക്സസ് ആയത് നമ്മൾ സാധാ ഒരു വെയിൽ ടൈലും അതുപോലെ തന്നെ കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് വേറൊരാൾ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഞാൻ പറഞ്ഞില്ല ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. നമുക്കിപ്പോൾ ജോലി കാര്യങ്ങളായിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീനിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം നോക്കുന്നത് നമ്മുടെ ഒരു അനിയത്തിയാണ്. ഞാൻ അവൾക്ക് കൊടുക്കാം. പറയും. ഇത് മിൽക്കി വൈറ്റ് ഞങ്ങൾ തന്നെ ബ്രീഡ് ചെയ്ത് എടുത്തതാണ്. എൻ്റെ 2 പാരൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയില് മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ബ്രീഡ് ചെയ്തിട്ട് കിട്ടിയ കുട്ടികളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉള്ളതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഫൈറ്ററിൻ്റെ ഈ കുട്ടികളെയാണ്. ഇവരിങ്ങനെ ഇയറൊക്കെ വിടർത്തി കിടികിടി അടിച്ച് നടക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവരെ കിടികിടിയെന്നാണ് വിളിക്കുക. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ ഇവരിങ്ങനെ ജുവനൈൽ സ്റ്റേജ് തന്നെയാണ്. ഫീമെയിൽസും മെയിൽസും അങ്ങനെ തിരിച്ചറിയാനൊന്നും ആയിട്ടില്ല. ആയി കഴിഞ്ഞാൽ നമ്മളവരെ സെയിൽ ചെയ്ത് തുടങ്ങും. ഇനി നമ്മുടെ OHM ഫാൻസി ബീറ്റാസാണ്. അപ്പോൾ ഇതിൻ്റെ പാരൻ്റ് നമ്മൾ ഇതുപോലെ തന്നെ ചത്തുപോയിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതെല്ലാം. ഇതൊക്കെ നമുക്ക് സെയിലിങ്ങിനായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പെയർ 300 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഫീമെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ തന്നെ കണ്ടറിയാം അതിൻ്റെ ഒരു മിക്സിങ്, ഒരു കോപ്പർ മിക്സിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എല്ലാതും ഒരു ഫെദർ പോലെയാണ് ടെയിലൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുണ്ട് ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇതിലിപ്പോൾ നമുക്ക് വെയിൽ ടൈലും കുറച്ചുണ്ട്. അതിപ്പോൾ ഏതെങ്കിലും ഷോപ്പിനോ ആർക്കാണല്ലോ നമുക്കത് കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കാം. ഞാൻ ഫസ്റ്റത്തെ ഒരു പരീക്ഷണത്തിൽ വന്നിട്ടുള്ളതേ നമ്മൾ ഈ പറഞ്ഞ വെയിൽ ടൈൽ, അതുപോലെ OHM, പിന്നെ അതുപോലെ തന്നെ ബിഗ് ഇയർ, ഇത് 3 നമ്മൾ ബ്രീഡ് ചെയ്ത് നോക്കിയത്. 3 സക്സസ് ആയിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ഇവരൊക്കെ. അതിന് കുറച്ച് ഫീമെയിൽസിനെ നമ്മളിവിടെ ഷോപ്പിലേക്ക് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഫീമെയിൽസ് ഉണ്ട്. നമ്മുടെ ഫീമെയിൽസ് ഫൈറ്ററിൻ്റെ ഇനിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഫൈറ്ററിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ pH ലെവലാണ്. വാട്ടറിൻ്റെ pH ലെവൽ ചേഞ്ച് ചെയ്യുമ്പോൾ അവർ ചത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ബദാമിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ pH ലെവൽ ഒരു ലെവൽ വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ വാട്ടർ ചേഞ്ച് ചെയ്യണതാണ് വളരെ നല്ലത്. നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ പൊക്കോളും. നമ്മൾ ഈ ഫാമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടബുകൾ ചെറിയ ഷീറ്റുകളൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയിലും നമ്മൾ വെള്ളം മാറും. ഓസ്കാറിൻ്റെ എല്ലാ ആഴ്ചയിലും വെള്ളം മാറണം. അതല്ലാണ്ട് നമ്മളെ ഗപ്പീസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. അതുപോലെ കുറച്ച് വലിയ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ വേസ്റ്റ് കറക്റ്റ് വലിച്ച് കളയും. പിന്നെ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും വാട്ടർ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ കൊടുക്കാനുള്ള ഫൈറ്റ് അതെ ഇതൊക്കെ നമുക്ക് സെയിലിന് ഇടാം. ഇതൊക്കെ ഇവിടെ ബ്രീഡ് ആയതാണല്ലോ. എല്ലാം ഇവിടെ ബ്രീഡ് ആയത് തന്നെയാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ വിനാഗ്രീൽസ് കൊടുത്തിട്ടാണ് വലിയ ബ്രീഡേഴ്സൊക്കെ കുട്ടികളെ നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രെഡ് വേംസ് കൊടുത്തിട്ടാണ് കുട്ടികളെ സെറ്റ് ചെയ്തെടുത്തത്. ബ്രെഡ് വേംസ് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു 3 ദിവസമൊക്കെ ബ്രെഡ് വേംസ് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇൻഫ്ലുസറിയെ നമ്മൾ കൾച്ചർ ചെയ്യാൻ വയ്ക്കും. അതിൽ നിന്ന് കൊടുക്കും. അങ്ങനെ പിന്നെ ചെറുതായി നമ്മളുടെ ആർട്ടിമിയ തന്നെ കൊടുക്കും. 2 നേരം ആർട്ടിമിയ കൊടുത്ത് പിന്നെയാണ് അവർ കളർ ചെയ്ത് കയറി വരിക. പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ഫ്ലേക്സോ എന്തിട്ടാലും അവർ കഴിച്ചോളൂ. ഇതിപ്പോൾ ഏകദേശം ബ്രീഡിങ്ങിന് പ്രായം ആയിട്ടുണ്ട്. എഗ് ആയിട്ടുണ്ട്. ഫൈറ്ററിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് കൊടുക്കാനൊക്കെ ആയിട്ട്. ഫൈറ്റർ എന്ന് വെച്ചാൽ നമുക്ക്
എന്താ പറയുക, ഗപ്പീസ് പോലെ തന്നെയല്ല, കുറച്ച് കഷ്ടപ്പാടാണ് ഈ പ്രായത്തിൽ വരെ ആക്കിയെടുക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ സെയിലിനുള്ള ഫൈറ്റേഴ്സാണ്. ഇതിൽ മിക്സഡാണ്, എല്ലാതും ഉണ്ടാവും. വെയിൽറ്റെയിൽ ഉണ്ടാവും, ഒച്ചം ഉണ്ടാവും, ഡംബോയർ എല്ലാം ഉണ്ടാവും. ഒക്കെ നമ്മളിവിടെ തന്നെ ബ്രീഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ മറ്റേ ഗ്ലാസ് കിട്ടാത്ത കാരണം നമ്മൾ ഈ കുപ്പി മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഗ്ലാസ് കുറേ അന്വേഷിച്ചു, കിട്ടാനില്ല. ഒക്കെ ബ്രീഡിങ് ടൈപ്പ് സൈസായ നമ്മളുള്ളത് ബ്രീഡിങ് നമ്മളിവിടെ കൊടുക്കുന്നത് ബ്രീഡിങ് പെയറായിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊടുക്കാം, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പെയർ വേണ്ടവർക്ക് നമുക്ക് പെയർ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതൊക്കെ കൂടാണ്ട് നമ്മൾ കുറച്ച് ഷ്രിമ്പിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് വിചാരിക്കും നമ്മളെല്ലാത്തിനും കൈയിട്ട് മാന്താന്ന്. പക്ഷേ ശരിക്കും നമ്മൾ ഇതൊരു ബിസിനസ്സൊന്നും അല്ലാണ്ട് നമ്മളിതൊരു ഇഷ്ടത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഐറ്റം കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ ഐറ്റങ്ങൾ എടുത്തിടുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഷ്രിമ്പിനെ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഈ ആൽഗാസാണ് അവർ മെയിനായിട്ട് മറ്റേ കഴിക്കുക. ഈ സംഭവം ഇപ്പോൾ ഇതിൽ പുല്ലുകൾ എടുക്കുന്നില്ലേ, അപ്പോൾ അത് ഇതാവുന്നതൊക്കെ അവർ കഴിക്കും. പിന്നെ നമ്മളതിൽ ലീഫുകൾ ഇട്ട് കൊടുക്കും, അത് ദ്രവിക്കുന്നത് കഴിക്കും. പിന്നെ ഇവരുടെ ചെറിയൊരു പെല്ലറ്റ് ഫുഡ് ഉണ്ട്, അത് ഒരെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ച് ഈ ഷ്രിമ്പിൻ്റെ ഒപ്പം തന്നെ ഒച്ച് വിടണം. വേസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ ഒച്ചും കഴിച്ചോളും. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഇത് ഒച്ച് മാത്രമായിട്ട് മാറും ഇതിൻ്റെ ഉള്ളിൽ. മറ്റു മീൻ്റെ ഒപ്പം ഇടാൻ പറ്റില്ല. ഇതിൻ്റെ കുട്ടികൾ കണ്ട അതേ പോണ്. ഇതിൽ ബ്രീഡായിട്ടുള്ളതാട്ടോ ആകെ എടുക്കണതൊക്കെ. ഇത് മാക്സിമം ഇപ്പോൾ ഇത്ര സൈസ് വരുള്ളൂ. ഈ സൈസ് തന്നെ വരുള്ളൂ. ഒരു മെയിൽ ഉണ്ടായിരുന്നു കുറച്ചുകൂടി വലുത്, ഈ സൈസൊക്കെ തന്നെ വരുള്ളൂ. ഇതിപ്പോൾ എത്ര റേറ്റ് നമ്മൾ എടുത്തപ്പോൾ? ഇത് നമ്മളൊരു പീസ് 100 രൂപ അങ്ങനെയാണ് എടുത്തത്. ഇത് വരുന്നത് പേര് ഇലക്ട്രിക് ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്, ഈ വെറൈറ്റിയുടെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ റെഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്തോ പറ്റി ഒക്കെ പോയി. ഇത് മാത്രമേ നമ്മൾ പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ കുറച്ച് ഐറ്റംസ് കിടക്കുന്നുണ്ട്, ഇതിൽ ബ്രീഡായി തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇലകളിലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. ആയി പോണു. ഇതേപോലെ തന്നെ സീബ്രാസ്, ഇത് നമ്മൾ ബ്രീഡിങ്ങിനൊന്നും ഇട്ടതല്ല, അതൊക്കെ ഒരു രസത്തിന്, പച്ച കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ, അങ്ങനെ എടുത്തിട്ടുള്ളതാ. ഇത് നമ്മുടെ മൂഡീസ്. ഇതും നമ്മുടെ ഈ സംഭവം ജൂൺ മാസത്തിൽ നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളതാണ് മൂളീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ ബ്രീഡായി കിട്ടിയിട്ടുള്ള കുട്ടികളൊക്കെ. പക്ഷെ നമ്മളിതങ്ങനെ സെയിൽ കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത്, ഇതൊരു നമുക്ക് തന്നെ ഒരു രസത്തിന് നമ്മളുടെ കാണാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ബ്രീഡിങ് സെറ്റപ്പ് നോക്കാമല്ലേ? നോക്കാം. പിന്നെ നമ്മൾ പരമാവധി നമ്മൾ എന്താ പറയുക, ചിലവ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ടബ് മേടിച്ചു, ഹോൾസെയിലിന് മേടിച്ചതാണ്. പിന്നെ ഫ്രിഡ്ജ് ബോക്സ്, ഇതാണ് പ്രധാന പ്രശ്നം. ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കിട്ടാനില്ല. കിട്ടാൻ തന്നെ ഒടുക്കത്തെ റേറ്റാണ് ഇപ്പോൾ പറയുന്നത്. പണ്ട് 150 രൂപ 100 രൂപയ്ക്ക് കൊടുത്തിരുന്നത്, ഇപ്പോൾ 350 രൂപ കൊടുത്താലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ സൺപാക്ക് ഷീറ്റിൻ്റെ ടാങ്കുകളെ കുറിച്ചിട്ട് യൂട്യൂബിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് ഈ ഫ്രിഡ്ജ് ബോക്സ് കിട്ടാണ്ടായപ്പോൾ തന്നെ നമ്മൾ ഈ സംഭവം ചെയ്തു. എൻ്റെ ഇതിൽ നമുക്ക് സക്സസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 100 രൂപ വരുന്നുള്ളൂ ഒരു ഷീറ്റിന്. അപ്പോൾ ഒരു ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു 3-4 എണ്ണമൊക്കെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷീറ്റുകൾ മേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തബൂക്ക് ടൈല് നമുക്ക് ഇവിടെ എന്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഐഡിയ പൂർവ്വം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡ് ഇതിപ്പോൾ ആർട്ടിമിയ ഹാച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. ഒരു നേരം എന്തായാലും അവർക്ക് ലൈഫ് ഫീഡ് കൊടുക്കണം, അപ്പോഴാണ് ഈ ഫിഷസ് ഒന്നും കൂടി അഗ്രസീവ് ആയിട്ട് നടക്കുള്ളൂ. അപ്പോൾ ആർട്ടിമിയ കൊടുക്കും. പിന്നെ പ്രിൻസ് വീനുണ്ട്, പിന്നെ ആർട്ടിമിയ ഫ്ലേക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പൈറലിന, അത് നമ്മളെ ഈ ഇയർ ഉള്ള ഗപ്പീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും പ്രിൻസിനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഫ്രോസൺ ഫ്രിഡ്ജിലുണ്ട്, ഫ്രോസൺ കൊടുക്കും. പിന്നെ ഇനിയൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫുഡും കൂടി എടുക്കണമെന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഒരു പ്രീമിയം ഫുഡും കൂടി വീക്കിലി ഒരു പ്രാവശ്യം കൊടുക്കണം നല്ലതാണ്. അപ്പോൾ അതൊന്ന് ഫണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മളിതൊരു എന്താ പറയുക, ഇതിൽ നിന്നിപ്പോൾ നമുക്ക് ലാഭവും കാര്യങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ നോക്കി ചെയ്യണം. ഓസ്കാറുകൾക്ക് നമ്മൾ എയറേഷൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓസ്കാറിനും ഈ ഷീറ്റിൻ്റെ ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വാഴല ഇട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഇതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ട് ചെയ്ത് തുടങ്ങിയതാണ്. വാഴല വെക്കുമ്പോൾ അതിൽ മറ്റേ ഓട്ടോമാറ്റിക് ഇൻഫ്യൂസോറിയ ഇതിൽ നമ്മൾ
കൾച്ചറായി കിട്ടും. അപ്പോൾ അത് ഫിഷസിന് നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഫുൾ റെഡ് ഫീമെയിൽസാണ് കൂടുതലും. മിക്സ്ഡ് ഗപ്പീസാണ്. അത് ഇതുപോലെ തന്നെ ഒരു രസത്തിന് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ കുറേ ബ്രീഡായി എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കളറൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പുകളിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യസ്ഥൻ നമ്മളിവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവനാണ്. കാക്ക വരാനും കോഴി വരാനൊക്കെ വളരെ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫാമിൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ടിങ്കുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, വൈൻഡപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 3 മാസത്തിന് ശേഷം നമ്മളിതൊക്കെ സെയിലിന് തുടങ്ങുമായിരിക്കും. നമുക്ക് ഒന്നുകൂടി കോൺടാക്ട് ചെയ്യാം. ഇതിപ്പോൾ ഫൈറ്ററൊക്കെ നമ്മൾ ഒരുപാട് കൊടുക്കാം. ഫൈറ്റർ ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ. ഉണ്ട്. ഗപ്പീസൊക്കെ ഒരു 3 മാസം കൂടി നമ്മൾ സ്റ്റാർട്ടാകും. ഇപ്പോൾ പ്ലാറ്റിനം മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കാറുള്ളൂ. ഫൈറ്ററിനൊക്കെ വേണ്ടവർ നമ്മുടെ ചാനൽ വിളിച്ച് നോക്കിയാൽ അങ്ങനെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു കിടിലൻ ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം.